ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 2-ന്റെ മാൻവ എക്സ്പ്ലനേഷൻ ആണ്. ഇതിന്റെ അനിമീനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരുപാട് പേര് എന്നോട് മാൻവ എക്സ്പ്ലെയിൻ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മേക്ക് ചെയ്യണത്. പിന്നെ മാൻവ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോക്ക് ഞാനൊരു ലൈക്ക് ടാർഗറ്റ് വെക്കുന്നുണ്ട്. 500 ലൈക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. സ്കൂൾ ഫെസ്റ്റിവലിന് ശേഷം ഡോക്യോക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാത്ത കാരണം അവൻ പാപ്പരിക്ക TV എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ലൈവ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ റിയൽ ബോഡിയിലുള്ള ഹീറോ നീ കണക്റ്റ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്യോയും ഞാനൊരു റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ അവൻ്റെ മനസ്സിൽ സ്കൂൾ ഫെസ്റ്റിവലിന് ശേഷം ഡോക്യോ ഡിപ്രസ്ഡ് ആയിരിക്കുമെന്ന് ഞാൻ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കരുതിയ പോലെ തന്നെ അവൻ വളരെ സ്ട്രോങ് ആണ് എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വാച്ചേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാരാണെങ്കിൽ ഇതിൽ ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഡോക്യോന്റെ ലൈവിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ പയ്യന്മാരെ കാണുന്ന സമയത്ത് കമന്റ് ബോക്സിലാണെങ്കിൽ ഏതാണ് ഈ രണ്ട് പന്നികള്, ഇവനെന്താ ലൈവ് കാസ്റ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്, നിങ്ങളൊന്നും വെയിറ്റ് കുറച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള കമന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് കണ്ടിട്ട് ഹീറോയും നമ്മുടെ ഫസ്റ്റ് ലൈവ് കാസ്റ്റിന്റെ റെസ്പോൺസ് തന്നെ വളരെ മോശമാണല്ലോ എന്ന് പറയുമ്പോൾ ഡോക്യോയും അത് ഓഫ് ചെയ്തിട്ട് അവര് നമ്മളെ കളിയാക്കാൻ വേണ്ടി 10 മൂൺ ബലൂൺസ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും മൂൺ ബലൂൺസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഡോക്യോ ആണെങ്കിൽ ഒരു മൂൺ ബലൂണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 100 വോൺ ലഭിക്കും, അതായത് 100 രൂപ. എന്നാൽ എനിക്ക് മൂൺ ബലൂൺസിലൊന്നും താല്പര്യമില്ല. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള ലൈവ് കാസ്റ്റ് ചെയ്യുന്ന BJസിനൊക്കെ ധാരാളം പണം ലഭിക്കും. നമ്മുടെ ജീഹോന്റെ ഫാഷൻ ഡിസൈൻ ക്ലാസ്സിൽ അതുപോലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള BJ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അവന്റെ മനസ്സിൽ എന്റെ ക്ലാസ്സിലോ, അതാരായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം അവൻ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് കിം യൂയി എന്ന് പേരുള്ള നമ്മുടെ ഡോക്യോ പറഞ്ഞ ആ പോപ്പുലർ ആയിട്ടുള്ള BJ ഹീറോന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നീ വളരെ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞിട്ട് അവനൊരു പേസ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഹീറോയും ആ പേസിന്റെ ഡിസൈൻ കണ്ടിട്ട് ഇത് എക്സ്പെൻസീവ് ആയ ഒരു ബ്രാൻഡിന്റെ അല്ലേ, ഇതേ ഡിസൈനുള്ള ഒരു ബാഗ് എൻ്റെ അമ്മയ്ക്കും ഉണ്ട്, അമ്മ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആ ബാഗാണ് കൊണ്ടുപോകാറ് എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ഇത്രയും എക്സ്പെൻസീവായ ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടാവും. അവൻ മനസ്സിലാണെങ്കിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെണ്ണെന്തിനാ എന്നോട് ഇങ്ങനെ നല്ല രീതിയിൽ പെരുമാറുന്നത്, മേ ബി അവൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടാവോ. എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുന്നത് എന്നൊക്കെ ചിന്തിച്ചോണ്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ അവളോട് ചെറിയ ഇഷ്ടം തോന്നുന്നുണ്ടാവും. ഹാനൽ അവളെ ക്ലാസ്സിലുള്ള ഗേൾസിന്റെ അടുത്ത് നമുക്ക് കരോക്കയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവരും പോവാ, ബാക്ക് ബിങ്ങിന്റെ സോങ് ഒക്കെ വളരെ അടിപൊളിയാണ് എന്ന് പറയുന്ന സമയത്ത് യൂയി ആണെങ്കിൽ എനിക്ക് കരോക്കൊന്നും പോവണ്ട, ഷോപ്പിങ്ങിന് പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് ആ ഗേൾസും അവൾ വളരെ ഫേമസ് ആയോണ്ട് നമ്മുടെ ഹാനലിനെ മൈൻഡ് ചെയ്യാതെ അതിന് സമ്മതിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഹാനൽ ഒരു പൗച്ച് കാണിച്ചിട്ട് ഈ ക്യൂട്ടായിട്ടുള്ള പൗച്ച് ഞാൻ വാങ്ങിയാലോ എന്ന് ചോദിക്കുമ്പോൾ യൂയി ആണെങ്കിൽ അത് അത്ര ക്യൂട്ടൊന്നല്ല, പിന്നെ അത് നിനക്ക് സൂട്ട് ആവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ആ ഗേൾസും യൂയി പറഞ്ഞതാണ് കറക്റ്റ്, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്ന് പറയുമ്പോൾ ഹാനലും ഡെസ്പാവുന്നുണ്ടാവും. എന്നാൽ യൂയിക്ക് അത് വാങ്ങാൻ വേണ്ടിയായിരിക്കും ഹാനലിനോട് അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക. ഹാനലും അത് കാണുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയും അങ്ങോട്ട് വരുന്നുണ്ടാവും.
ഹീറോന്റെ അടുത്ത് യൂയി ഈ പൗച്ച് എങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ എന്ന് ചോദിക്കുമ്പോ ഹീറോയും അതെ, പക്ഷെ ഇത് വെറും പെൻസിൽ കേസ് അല്ലേ എന്ന് പറയുന്ന സമയത്ത് യൂയി ആണെങ്കി നീ എന്താ ജോക്ക് അടിക്കുകയാണോ എന്ന് ചോദിച്ച് അവര് തമ്മിൽ ഫണ്ണി ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹാനലും യോൻസുക്ക് വളരെ റിച്ചാണ്. അതുപോലെ യൂയും പാപ്രിക്ക ടിവിന്ന് ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്. യോൻസുക്കിന് ശരിക്കും എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേരാണ് യൂയി എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലീജിങ് സോങ്ങിന്റെ ഗ്യാങ്ങിലുള്ള ഹ്യോണ്ടോ എന്ന് പറഞ്ഞ ആ പയ്യനെ ആയിരിക്കും. അവൻ ഒരു സിഗരറ്റ് ബോക്സ് കൊടുക്കുന്ന സമയത്ത് ലീജിങ് സോങ് ആണെങ്കിൽ നിന്റെ അടുത്ത് അവിടുന്ന് ഇത്രയും പൈസ, നീ ആരെയെങ്കിലും ബുള്ളി ചെയ്ത് പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിർത്തിയേക്ക് എന്ന് പറയുന്ന സമയത്ത് അവനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ പാപ്രിക്ക ടിവിയിൽ ലൈവ് കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഹീറോ അവന്റെ മനസ്സിൽ അതിന് ഇത്രയും പൈസ ഒക്കെ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഹോണ്ടോ ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഞാൻ ലൈവ് കാസ്റ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് അവന്റെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നുണ്ടാവും. അവന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ത് പറയുന്നോ അത് ചെയ്യുക എന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് കോപ്രായങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാരും അവന് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് അതിലൂടെ അവൻ 400 മൂൺ ബലൂൺസ് അഥവാ 4000 വോൺ സമ്പാദിക്കുന്നുണ്ടാവും. ഹോണ്ടോ നമ്മുടെ പയ്യന്മാരടുത്ത് ഇതില് ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വളരെ പാടാണ്, നിങ്ങൾക്കും ഇതുപോലെ ലൈവ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം എന്ന് പറയുന്ന സമയത്ത് അവരാണെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ഇത് കഴിയൂല എന്ന് പറയുന്നുണ്ടാവും. ഹോണ്ടോ ആണെങ്കിൽ ഹീറോസ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പ്രിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഗേൾസ് ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ ആ പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാനലിനെ കാണുന്നുണ്ടാവും. അവളാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 1000 മൂൺ ബലൂൺസ് കളക്ട് ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹോണ്ടോയും ഞാൻ ഓഡിയൻസ് പറഞ്ഞ എല്ലാം ചെയ്തിട്ട് കൂടി എനിക്ക് ആകെ 400 മൂൺ ബലൂൺസേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുന്നുണ്ടാവും. ഹാനൽ നോക്കുന്ന സമയത്ത് ആ മൂൺ ബലൂൺസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവളെ ഫസ്റ്റ് ലൈവ് കാസ്റ്റിൽ നിന്ന് തന്നെ 10,000 മൂൺ ബലൂൺസ് അഥവാ 10 ലക്ഷം വോൺ സമ്പാദിക്കുന്നുണ്ടാവും. അതിലെ 5000 മൂൺ ബലൂൺസും സെൻഡ് ചെയ്തത് ഗാനം ലാൻഡ്ലോഡ് എന്ന് പറഞ്ഞ ഒരു ഐഡിന്നായിരിക്കും. അതുകൊണ്ട് ഹാനലും അയാളോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇതിലൂടെ ഇനി ഞാൻ ഒരുപാട് പണം സമ്പാദിക്കാൻ പോവാ, ഇനി യോൻസുക്കിനെ ആർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞൊരു ശപഥം എടുക്കുന്നുണ്ടാവും. യൂയിന്റെ ചാറ്റ് ബോക്സിലാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുക എന്നുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് യൂയിയും അവളെ മനസ്സിൽ ഈ മണ്ടന്മാർ എനിക്ക് കുറെ പണം ഉണ്ടാക്കി തരും എന്ന് ചിന്തിച്ചിട്ട് ഗൈസ്, ഞാൻ ഹീറോസ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് എൻ്റെ കൂടെ ഒരു ബാറ്റിൽ നടത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവളെ മനസ്സിലാണെങ്കിൽ ഒരു പെണ്ണ് ഗെയിം കളിക്കുന്നത് കാണാൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നിട്ട് കമന്റ് ബോക്സിൽ നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ഹാനലിന് മൂൺ ബലൂൺസ് ഒക്കെ സെൻഡ് ചെയ്ത ആ ഗാനം ലാൻഡ്ലോഡിനെ കാണാത്ത സമയത്ത് യൂയും അവളെ മനസ്സിൽ അവൻ ഒരുപാട് പണം എനിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് വളരെ വിയേഡായിട്ടാണ് തോന്നുന്നത്, അവൻ വരാത്തത് നന്നായി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ അവള് ലൈവ് കാസ്റ്റ് ഒക്കെ ഓഫ് ചെയ്ത ശേഷം മനസ്സിലാണെങ്കിൽ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ എനിക്കാണെങ്കിൽ വീട്ടിൽ പോയി വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല, എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് മാറണം, ഒരു റൂം തന്നെ വീടും സ്റ്റുഡിയോയുമായി ഉപയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവളെ ബോയ് ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് യൂയി നിന്റെ ലൈവ് കാസ്റ്റ് കഴിഞ്ഞോ, ഞാൻ എത്ര നേരം ഇവിടെ ഒളിച്ചിരിക്കണം, നിനക്ക് എൻ്റെ കൂടെ പുറത്തേക്കൊക്കെ വന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് യൂയിയും അവളെ മനസ്സിൽ ഇതേപോലത്തെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞാൻ വളരെ ലക്കിയാണ് എന്ന് ചിന്തിച്ചിട്ട് സോറി, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം ഓഡിയൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യൂല, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് ഹീറോ റിജക്റ്റ് ചെയ്ത ആ പൈസ കൊടുക്കുന്ന സമയത്ത് അവനും ഹാപ്പി ആയിട്ട് ഇത് ഈ മാസം പുറത്തിറങ്ങാൻ പോകുന്ന ഒരു എക്സ്പെൻസീവായ ബ്രാൻഡിന്റെ പുതിയ
പുതിയ പേസ് അല്ലേ എന്ന് പറയുമ്പോൾ യൂയി അവളെ മനസ്സിൽ ഇതാണോ ജിയാങ് ഹൈസ്കൂളിലെ ബോസ്, ഇവനൊക്കെ എനിക്ക് മടുത്തു. എൻ്റെ ഹാൻസം ആയിട്ടുള്ള യോൻസുക്ക് ഇപ്പം എന്ത് ചെയ്യായിരിക്കും എന്ന് ഹീറോനെ പറ്റി ചിന്തിക്കുന്നുണ്ടാവും. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് കാണിക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഒരു പയ്യൻ ബ്രേക്കപ്പ് ആയ വിഷമത്തിൽ ഇരിക്കുന്നുണ്ടാവും. നമ്മുടെ വാസ്കോന്റെ ഗ്യാങ്ങിലുള്ള പാർക്ക് ബോംജെ അവൻ്റെ അടുത്ത് ഇത് നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ, ഒരാണൊരു പെണ്ണിനെ പ്രേമിക്കുന്ന സമയത്ത് എല്ലാ റിലേഷൻഷിപ്പും സക്സസ് ആവണമെന്നില്ല, അതുകൊണ്ട് കരയുന്ന നിർത്ത് ഡേവോങ് എന്ന് പറയുന്ന സമയത്ത് അവരെ ഗ്യാങ്ങിലുള്ളൊരു പയ്യൻ ഡേവോങ് എന്താ ഇങ്ങനെ ഇരിക്കുന്നെ എന്ന് ചോദിക്കുമ്പോൾ കൂടുള്ള പയ്യൻ അവൻ്റെ കാമുകി അവനെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. ആ പയ്യന്മാരാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഗേൾഫ്രണ്ടിനോടും എനിക്ക് വളരെ കെയറിങ് ആയിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി ഡെയിലി മിൽക്കൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഈ ഫസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ വാസ്കോ ആണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടാവും. ഹീറോ യൂയിൻ്റെ അടുത്ത് ഫാറ്റി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യൂയി ആണെങ്കിൽ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എല്ലാവരും ഹ്യൂമൻസ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അത് കേട്ടിട്ട് യൂയി വളരെ നല്ലവളാണ്, ഈയിടെയായിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ അവളാണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷേ യൂയി മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, അവൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നൈസ് പേഴ്സൺ ആണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ട് ഹാനൽ ഡെസ്പാവുന്നുണ്ടാവും. ഡോക്കിയോ ലൈവ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ വാച്ചേഴ്സ് വളരെ കുറവായിരിക്കും. അത് കണ്ടിട്ട് ജീഹോയും നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ വ്യൂസ് വളരെ മോശമാണ് എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ യൂയി എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പ ജീഹോ ആണെങ്കിൽ നമുക്ക് യോൻസുക്കിനോട് ചോദിച്ച് ഫെസ്റ്റിവലിന് പാടിയ പോലെ ഒരുമിച്ച് പാടിയാലോ എന്ന് ഐഡിയ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റിയൽ ബോഡിയിലുള്ള ഹീറോ ആകെ ജെർക്കാവുന്നുണ്ടാവും. എന്നാൽ ഡോക്കിയോ ആണെങ്കിൽ യോൻസുക്ക് ഫെസ്റ്റിവലിൽ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. പാപ്രിക്ക ടിവിയിൽ ഹാനലിന്റെ റാങ്ക് ടോപ്പായത് കണ്ടിട്ട് യൂയി ടെൻഷൻ ആവുന്നുണ്ടാവും. ഹാനലാണെങ്കിൽ യൂയിനെ പോലെ സ്ട്രീം ചെയ്യാനായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിട്ട് യൂയി അവളെ മനസ്സിൽ വെറും ഒരാഴ്ച ഹാനൽ ലൈവ് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവളെ ഫാൻസ് അവളൊരു ബെസ്റ്റ് ബീജി ആക്കി മാറ്റി. കൂടാതെ ഗാനം ലാൻഡ്ലോർഡും അവളെ പക്ഷത്തേക്ക് മാറി. അവൻ അവൾക്ക് വേണ്ടി ആയിരക്കണക്കിന് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. മേ ബി മൂൺ ബലൂൺസ് ഉപയോഗിച്ച് ബീജേഴ്സിനെ വാങ്ങാൻ കഴിയുമെന്ന് അവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എന്തായാലും എൻ്റെ സ്ട്രീമിൽ നിന്ന് അവൻ പോയത് നന്നായി, ഇവനെ പോലുള്ള ആളുകൾ വളരെ ഡേഞ്ചറസ് ആണ് എന്ന് ചിന്തിച്ചിട്ട് ചില വേർഡ്സ് ക്യൂട്ടായിട്ട് പറയുന്ന സമയത്ത് അവളെ ഓഡിയൻസിന് അത് മനസ്സിലായില്ലെങ്കിലും നീ വളരെ പ്രിറ്റിയാണ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് യൂയിയും അവളെ മനസ്സിൽ ഞാൻ കരുതിയത് ഹാനലിനായിരിക്കും ഇപ്പോഴൊക്കെ കൂടുതൽ മൂൺ ബലൂൺസ് കിട്ടുക എന്നാണ്, പക്ഷെ എനിക്ക് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഞാൻ എന്ത് ചെയ്താലും അവരെനിക്ക് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യും, കാരണം ഞാൻ സുന്ദരിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഡോക്കിയോ ലൈവ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴത്തെയും പോലെ അവന് വാച്ചേഴ്സ് വളരെ കുറവായിരിക്കും. എന്നാൽ അത് കാണുന്ന ഒരാള് നിന്റെ റാപ്പ് വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ അത് ഫേസ് കാണിക്കാതെ ചെയ്തൂടെ എന്ന് കമന്റ് ഇടുന്ന സമയത്ത് ഡോക്കിയോയും അത് കണ്ടിട്ട് ഇതിലെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതുകൊണ്ട് ഡെയിലി സ്ട്രീം ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഹീറോയും അങ്ങോട്ട് വരുന്നുണ്ടാവും. ഹീറോ ഡോക്കിയോന്റെ അടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്, നോക്കുമ്പോൾ ഡോറ് തുറന്നു കിടന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉള്ളിലോട്ട് വന്നേ, നീ ലൈവ് കാസ്റ്റ് ചെയ്യാണോ, ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യണോ, സ്കൂൾ ഫെസ്റ്റിവലിൽ ഒരുമിച്ച് പാടിയ പോലെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്കിയോ ഷോക്കായിട്ട് ഇവനിതൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് ചിന്തിച്ച് ശരി നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഹീറോനെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവും.
ഹീറോനെ കാണുന്ന സമയത്ത് ഓഡിയൻസ് ഒക്കെ ഏതാണ് ഈ ഹാൻസം ആയ പയ്യൻ, ഇവനൊരു സെലിബ്രിറ്റി ആണോ എന്നൊക്കെ ചോദിച്ച് മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. ഹീറോയും ഞങ്ങൾ പാടാൻ പോവാണ് എന്ന് പറയുന്ന സമയത്ത് ലാല എന്ന് പറഞ്ഞൊരു പെണ്ണ് ഹീറോനെ കണ്ടിട്ട്, ഈ ഹാൻസമായ പയ്യൻ ജവാൻ ഹൈസ്കൂളിലല്ല പഠിക്കുന്ന, ഇവനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോക്ക് വേണ്ടി ഒരു 1000 മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവളെ മനസ്സിലാണെങ്കി ഞാൻ ആരാണെന്ന് അവനെ അറിയിക്കണം എന്ന് ചിന്തിക്കുമ്പോ മറ്റൊരു പെണ്ണാണെങ്കി 2000 മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് കണ്ടിട്ട് ലാലയും ടെൻഷനായിട്ട്, എൻ്റെ അടുത്ത് മത്സരിക്കാൻ അവക്കെത്ര ധൈര്യമുണ്ട്, എൻ്റെ ഒരു മാസത്തെ പോക്കറ്റ് മണി എത്രയെന്ന് അവക്ക് അറിയില്ല എന്ന് പറഞ്ഞ് 3000 മൂൺ ബലൂൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അവളെ കയ്യിലുള്ള മൂൺ ബലൂൺസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഹീറോനെ അവക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പൊ ലാലയും അവളെ മനസ്സില് എനിക്ക് എന്തുകൊണ്ടാ ആ ഹാൻസം ആയിട്ടുള്ള പയ്യനെ കിട്ടാത്തെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാവും. ഈ ലൈക്കാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഹീറോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹോഞ്ചെ എന്ന് പറഞ്ഞ ആ പയ്യനും കാണുന്നുണ്ടാവും. അങ്ങനെ ഹീറോ കാരണം ഇന്നത്തെ ലൈക്കാസ്റ്റിലൂടെ ഡോക്കിയോ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ഹീറോയും അവന്റെ മനസ്സില് ഇത്രയും പെട്ടെന്ന് പണം സമ്പാദിക്കുന്നത് വളരെ സ്കേറി ആയിട്ട് തോന്നുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പായിരിക്കും. അവിടെ ഒരു കസ്റ്റമർ സാധനം വാങ്ങിയിട്ട് പോകുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ അവന്റെ മനസ്സില് ഇന്ന് ഞാൻ സമ്പാദിച്ച പണം എൻ്റെ ഒരു മാസത്തെ ശമ്പളാണ്, ഇത്രയും പൈസ ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യും? ഡോക്കിയോ ആണെങ്കിൽ ഇന്ന് സമ്പാദിച്ച മുഴുവൻ പണം എനിക്ക് തരാന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയാലോ? അങ്ങനെയാവുമ്പോ അമ്മ ഹാപ്പി ആവും. പിന്നെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ യൂയിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് യൂയിയും അവളെ ബോയ് ഫ്രണ്ടും അങ്ങോട്ട് വരുന്നുണ്ടാവും. അവളെ ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഹീറോ ആണെങ്കിൽ നൈറ്റ് ടൈം ആയോണ്ട് സേഫ്റ്റിക്ക് വേണ്ടി യൂയി അവളുടെ ബ്രദറിനെയും കൂട്ടി വന്നതായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാ അവളെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ മുതിർന്നവർക്കുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഹീറോയും അത് കണ്ടിട്ട് ഫാമിലീന്റെ കൂടെ വന്ന് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങോ എന്ന് ചിന്തിച്ച് യൂയിനെ നോക്കുന്ന സമയത്ത് യൂയി ടെൻഷനായിട്ട്, തടിയാ നീ എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നേ, നീ എന്താ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ടാണോ കാണുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവളെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് വളരെ മോശമാണെന്ന് തോന്നുന്നു, നമുക്കിത് വാങ്ങണ്ട എന്ന് പറയുമ്പോ യൂയി ആണെങ്കിൽ നീ എന്താ പറയുന്നേ എന്ന് ചോദിച്ച് ചൂടാവുന്നുണ്ടാവും. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ഇതിനി യൂയിന്റെ ട്വിൻ സിസ്റ്റർ വല്ലതും ആയിരിക്കോ എന്ന് ചിന്തിക്കുമ്പോ അവളെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നീ എന്തിനാ യൂയിനെ നോക്കുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും അവന്റെ മനസ്സില് ഇത് യൂയി അല്ല, യൂയി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതോടെ ചാപ്റ്റർ 29 അവസാനിക്കുന്നു. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.